സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുന്ന യുവമോർച്ചയുടെ മാർച്ച് അത് തടയാൻ പോലീസുകാർ ശ്രമിക്കുന്നു. യുവമോർച്ചയുടെ പതാകകളും ഏന്തിയാണ് യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. അത് സംഘർഷത്തിലേക്ക് മാറുന്നുണ്ട്, ഉന്തും തള്ളും എന്ന നിലയിലേക്ക് അത് മാറുന്നുണ്ട്. നിരവധി പ്രവർത്തകരവിടെ തടിച്ചുകൂടിയതായി കാണാം. അവരെ നിയന്ത്രിക്കാനുള്ള പോലീസുകാരുടെ എണ്ണം അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഈ ദൃശ്യങ്ങളിൽ നിന്ന് സംശയമുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം, അതിൽ കർശനമായ നടപടികൾ എടുക്കുന്നില്ല. സർക്കാരിൻ്റെയും ദേവസ്വത്തിൻ്റെയും ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇവരുടെ ഒരു പ്രതിഷേധം. ബാരിക്കേഡുകൾ തള്ളിമാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. റിനു ശ്രീധരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റിനു, പ്രതിഷേധം അതൊരു ഉന്തും തള്ളിലേക്കും സംഘർഷത്തിലേക്കും ഒക്കെ മാറുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ മാത്രം പോലീസുകാർ അവിടെ ഇല്ലെന്ന ഒരു തോന്നലും ഉളവാക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങളിൽ നിന്ന്. ക്രിസ്റ്റീന, അല്പസമയം മുമ്പാണ് യുവമോർച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ശബരിമല സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധ മാർച്ച് എത്തിയത്. പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ MG റോഡ് കറങ്ങി സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടത്തിന് മുന്നിലേക്ക് എത്തി. വലിയ രീതിയിൽ പ്രകോപിതമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും ഒപ്പം ഇടപെടലും തന്നെയാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആദ്യം തന്നെ ബാരിക്കേഡിന് മുകളിലേക്ക് ചാടിക്കയറുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. തുടർന്ന് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം ഉണ്ടായി. അതിനുശേഷം ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു, പക്ഷേ പോലീസ് സംയമനം പാലിച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സമരക്കാർ സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ യുവമോർച്ച വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഏകദേശം 500-ലധികം പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് ഉയർത്തുന്നത്. പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യവും ഉയർത്തുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇവിടേക്ക് എത്തും. ഇവിടെ എത്തി ഉദ്ഘാടനം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരു റൗണ്ട് മാത്രമാണ് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നത്. അതിനുശേഷം ഇവർ റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ച. എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ അനൗൺസ് ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും എന്നുള്ളൊരു കാര്യവും അറിയിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഒരു വശത്ത് സംയമനം പാലിച്ച് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരു തവണ മാത്രമാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. നമുക്കറിയാം, ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും പുറത്തുവരുന്ന ഒരു സാഹചര്യം. ഇതിൽ പ്രതിഷേധിച്ച് BJP അടക്കം നേരത്തെ ഓരോ ജില്ലകളിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ക്ലിഫ് ഹൌസിലോട്ട് അടക്കം BJPയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. തുടർന്നാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യുവമോർച്ച വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച് എത്തിയത്. എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഗേറ്റ് ചാടിക്കടക്കാനൊന്നും തന്നെ അവർ ശ്രമിച്ചില്ല. ഇപ്പോൾ നിലവിൽ റോഡിന് മുൻവശത്ത്, അതായത് പ്രധാന കവാടത്തിന് മുൻവശത്ത് MG റോഡിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയൊരു പങ്കാളിത്തം ഉണ്ട് എന്നുള്ളതാണ്. പോലീസ് എണ്ണത്തിൽ കുറവാണെങ്കിലും അവർ നിയന്ത്രിക്കുവാൻ വേണ്ടി സജ്ജരാണ് എന്നുള്ളതാണ്. രണ്ട് ജലപീരങ്കികൾ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒന്നിന്റെ വെള്ളം തീരുകയാണെങ്കിൽ മറ്റൊന്ന് ഇവിടേക്ക് എത്തിച്ച് ജലപീരങ്കി പ്രയോഗിക്കും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന പ്രതിഷേധം, ആ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടാകുന്നു, ജലപീരങ്കി പ്രയോഗിക്കുന്നു. അതിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അല്പസമയത്തിനകം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.